പിങ്കിയെ കൊണ്ട് അമ്മിക്കല്ലിൽ മുളകരപ്പിക്കുകയാണ് നന്ദ. കൈയൊക്കെ നീറി പിങ്കി ഗൗതമിനെ നോക്കി പൊട്ടിക്കരയുന്നുണ്ട്. പക്ഷേ ഗൗതമാണെങ്കിൽ നന്ദയോട് ചെയ്തതിൽ ഒരു തെറ്റുമില്ലെന്ന് പറഞ്ഞു നിൽക്കുകയാണ്. പിന്നീട് നന്ദ റൂമിലേക്ക് വന്ന് പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട്. ഗൗതം വാതിൽക്കൽ വന്ന് നിന്ന് നന്ദ കാണാതെ അവളുടെ ഡാൻസ് ആസ്വദിച്ച് കാണുകയാണ്. പെട്ടെന്ന് നന്ദ തിരിഞ്ഞു നോക്കിയപ്പോൾ ഗൗതമിനെ കാണുന്നുണ്ട്. നന്ദ ചമ്മി നിൽക്കുന്നത് കണ്ട ഗൗതം ഞാൻ വേണമെങ്കിൽ റൂമിൽ നിന്ന് പുറത്തു പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും വേണ്ട ഗൗതം സർ, ഇത് സാറിന്റെ റൂമല്ലേ, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാമെന്ന് നന്ദ പറയുകയാണ്. അതൊന്നും വേണ്ട, ഇപ്പോൾ ഇത് മേഡത്തിന്റെ റൂം കൂടിയാണ്, എന്തായാലും നിന്റെ ഡാൻസ് കൊള്ളാം എന്നൊക്കെ പറയുകയാണ് ഗൗതം. ഇതേ റിഹേഴ്സലാ, കോളേജിൽ ഫ്രഷേഴ്സിന് വെൽക്കം പാർട്ടി വെച്ചിട്ടുണ്ട്, അതിൽ ഡാൻസ് ചെയ്യാൻ എന്നെ സെലക്ട് ചെയ്തു. ഇന്ന് കോളേജിൽ ഒരു പയ്യൻ പാട്ട് പാടുന്നത് കേട്ടപ്പോൾ ഞാൻ അറിയാതെ ഡാൻസ് കളിച്ചുപോയി, എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ നന്ദ പറഞ്ഞത് ഗൗതത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഏതാ ആ പയ്യൻ എന്ന് ചോദിക്കുകയാണ് ഗൗതം. അവൻ്റെ പേരെന്തോ രാജേഷോ മറ്റോ ആണ്. അങ്ങനെ നന്ദ പറഞ്ഞപ്പോൾ അവൻ പാട്ട് പാടിയുടൻ നിനക്ക് ഡാൻസ് ചെയ്യാൻ തോന്നിയല്ലേ എന്ന് ചോദിക്കുകയാണ് ഗൗതം. അത്രയും സൂപ്പർ ആയിരുന്നു അവൻ്റെ പാട്ട്. ഗൗതം സാറ് പാർട്ടിക്ക് വരില്ലേ? അങ്ങനെ നന്ദ ചോദിച്ചപ്പോൾ എനിക്കിതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, ഞാൻ വരില്ല എന്ന് ഗൗതം പറയുന്നുണ്ട്. പിങ്കിയുടെ കൂടെ നിങ്ങൾ ഡാൻസ് കളിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നല്ലോ എന്ന് പറഞ്ഞു നിൽക്കുകയാണ് നന്ദ. അവനെ കാണാൻ എങ്ങനെയുണ്ട്? എന്നെപ്പോലെ ഹൈറ്റൊക്കെ ഉണ്ടോ? നീ ഇനി അവൻ്റെ പാട്ടിന് ഡാൻസ് ഒന്നും കളിക്കാൻ പോകണ്ട എന്നൊക്കെ ഗൗതം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഡാൻസ് ചെയ്യുന്നതിൽ എന്താ ഇത്ര തെറ്റ്? ഞാൻ എന്തായാലും പോവും. ഞാൻ ഗൗതം സാറിന് ഫുഡ് എടുത്തിട്ട് വരാമെന്ന് നന്ദ പറഞ്ഞപ്പോൾ എന്നാലേ എൻ്റെ കാര്യത്തിൽ നീയും തലയിടണ്ട, ഞാൻ പിങ്കിയുടെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഗൗതം ദേഷ്യത്തിൽ പിങ്കിയുടെ അടുത്തേക്ക് പോവുകയാണ്.